അന്തരിച്ച പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനോട് പാകിസ്ഥാൻ വലിയ സ്നേഹമാണോ? വലിയ സ്നേഹമാണ്. വലിയ സ്നേഹം. അദ്ദേഹം പാകിസ്ഥാനിൽ ജനിച്ച ആളാണ്. പഴയ ഇന്ത്യ ആയിരുന്നപ്പോൾ പാകിസ്ഥാനിൽ ജനിച്ച ആളാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ പ്രശസ്തമായ 2 മാധ്യമങ്ങളുണ്ട്. ഒന്ന് ജിയോ TV, പാകിസ്ഥാനിലെ ടെലിവിഷനാണ്. 2 ഡോൺ, പാകിസ്ഥാനിലെ ദിനപത്രമാണ്. അന്താരാഷ്ട്ര വാർത്തകളൊക്കെ അറിയാൻ ഇൻ്റർനാഷണലി ശ്രദ്ധിക്കപ്പെടുന്ന 2 മാധ്യമങ്ങളാണ് ജിയോ TV, ജിയോ ന്യൂസും ഡോണും. നമ്മളൊക്കെ നോക്കാറുണ്ട് പാകിസ്ഥാനിലെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജിയോ ന്യൂസിൽ മൻമോഹൻ സിംഗിൻ്റെ മരണത്തെക്കുറിച്ച് ഏതാണ്ട് 2-3 മിനിറ്റുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. അതിനകത്ത് അദ്ദേഹം ചക്വാൽ എന്ന് പറയുന്ന ഒരു വില്ലേജിൻ്റെ കഥ, വില്ലേജിലെ ആളുകൾ മൻമോഹൻ സിംഗിനെ ഓർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പഠിച്ച സ്കൂള്, അതിൻ്റെ പ്രിൻസിപ്പളിനെ കാണിക്കുന്നു. പ്രിൻസിപ്പൾ പറയുന്നു ഈ സ്കൂളിൽ പഠിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിലെ രജിസ്റ്റർ എടുത്ത് മൻമോഹൻ സിംഗിൻ്റെ പേര് കാണിക്കുന്നു. ഓക്കെ. പക്ഷേ അതിനുശേഷം കണ്ടത് എന്നെ ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഗാഹിൽ മേഖലയിലെ ഈ ചക്വാൽ വില്ലേജിനെ മൻമോഹൻ സിംഗ് ദത്തെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ ഒരു ഗ്രാമത്തിന് ദത്തെടുത്തിരുന്നു. മൻമോഹൻ സിംഗ് ഒരു തവണ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് തോറ്റുപോയി. അതെ. പിന്നീട് അദ്ദേഹം മത്സരം എന്നുള്ള സാഹസത്തിന് മുതിർന്നിട്ടില്ല. അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തത്. ആസാമിൽ നിന്നായിരുന്നു. ആസാം നമ്മുടെ ഈ വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, അല്ലേ? വികസിതം എന്ന് പറയാം. അവികസിതമായ ഒരു സ്റ്റേറ്റാണ്. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ആണ് ആ സ്റ്റേറ്റിനെ മുന്നോട്ട് കൊണ്ടുവരിക്കാനുള്ള കർമ്മ പദ്ധതികൾ നടപ്പാക്കുന്നത്. അപ്പോൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ മണ്ഡലം, ഇപ്പം പാർലമെൻറ്റിലേക്ക്, ലോകസഭയിലേക്ക് അല്ലാത്തതുകൊണ്ട് പാർലമെൻറ്റിലെ മണ്ഡലം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ തന്നെ പാർലമെൻറ്റിലേക്ക് അയച്ച സംസ്ഥാനം എന്ന് പറയാം, ആസാം. ആ സംസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ആസാമിലെ ഏറ്റവും അവികസിതമായ ഒരു ജില്ലയെങ്കിലും അദ്ദേഹം ദത്തെടുത്തിരുന്നോ? ഇല്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ മൻമോഹൻ സിംഗ് പാകിസ്ഥാനിലൊരു ഗ്രാമം ദത്തെടുത്തു എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിൻ്റെ വികസനത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മൻമോഹൻ സിംഗ് ചെയ്തു. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയുണ്ട്, ദ എനർജി റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. എനർജി റിസോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനത്തെ കൊണ്ട് അദ്ദേഹം പാകിസ്ഥാൻ ഗവൺമെൻറ്റുമായി സംസാരിച്ച് ചക്വാൽ, ഗാഹിൽ മേഖലയിലെ ചക്വാൽ വില്ലേജിൽ ഒരുപാട്, അവിടുത്തെ കരണ്ടൊന്നും എത്താത്ത ജില്ലയാണ്, അവിടെ എന്ത് ചെയ്തു? അവിടെ അദ്ദേഹം സോളാർ വിളക്കുകൾ സ്ഥാപിച്ചു. ആസാമിൽ ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തുന്നത് നരേന്ദ്രമോദി എത്തിയ ഈ കാലഘട്ടത്തിലാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കിയെന്ന് പ്രഖ്യാപനം പോലും നടത്തി നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ്. മൻമോഹൻ സിംഗ് ഇരിക്കെ ഇന്ത്യയിലെ ഒരുപാട് ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിയിട്ടില്ല. അവിടെ സോളാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനെ അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട ആസാം സംസ്ഥാനത്തിലെ ഒരു ഗ്രാമം ദത്തെടുക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനിലെ ഒരു ഗ്രാമം അദ്ദേഹം ദത്തെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്ര സർക്കാർ ഏജൻസിയെ കൊണ്ട് ആ ഗ്രാമത്തിലുടനീളം സോളാർ വിളക്കുകൾ സ്ഥാപിച്ചു. തീർന്നോ? ഇല്ല. ആ ഗ്രാമത്തിൽ നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല, റോഡുകൾ നിർമ്മിച്ചു കൊടുത്തു. ഗ്രാമത്തിൽ കുടിവെള്ളമില്ല. ഇപ്പോൾ ജൽജീവൻ മിഷൻ വഴി ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്കീം പ്രകാരം ഇപ്പോൾ കുടിവെള്ളം എത്തുന്നുണ്ട്. അത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ആരാ? മൻമോഹൻ സിംഗാണ്. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അത്തരൊരു പദ്ധതി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുടിവെള്ളം, ഗ്യാസ്, വൈദ്യുതി, വീട്, ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ മുൻ സർക്കാരുകൾ ചെയ്തിട്ടില്ല എന്നല്ല, രാജ്യത്തെമ്പാടും ഇത് സാർത്ഥകമാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കി വിജയിപ്പിച്ചത് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, ശൗചാലയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം മനുഷ്യനെ ശാക്തീകരിക്കാൻ, പ്രത്യേകിച്ച് സ്ത്രീകളെ ശാക്തീകരിക്കാൻ, അവരുടെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന പദ്ധതികളാണ്, അല്ലേ? അടുപ്പിൽ ഊതി ജീവിതം തുലച്ച നമ്മുടെയൊക്കെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ ഒരു കുഴലുണ്ടായിരുന്നു അടുപ്പിൽ ഊതാൻ, കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കുഴലിൽ കൂടി ഊതുകയാണ് തീ കത്തിക്കുന്നത്. പുക മുഴുവൻ അകത്തേക്ക് വലിച്ചു. പിന്നെ ആകെയുള്ള ആർഭാടം എന്ന് പറയുന്ന വീട്ടിൽ ചിമ്മിനി ഉണ്ടായിരുന്നു. ഓർക്കുന്ന ഓർമ്മയുണ്ടോ? ചിമ്മിനിയുള്ള വീട് നേരെ അടുക്കള പാതകം എന്നാണല്ലോ പറയുന്നത്. പാതകത്തിൻ്റെ മുകളിൽ നേരെ ഒരു ടണൽ പോലെ മുകളിലേക്ക് പോകും, എന്നിട്ട് പുറത്തേക്ക് പോകും. പിന്നെ വന്ന ഒരു പരിഷ്കരണം എന്ന് പറഞ്ഞാൽ പുകയില്ല അടുപ്പ്, അല്ലേ? ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരൊക്കെ പ്രചാരം ഉണ്ടാക്കിയ ആലുവ അടുപ്പുകൾ എന്നൊക്കെ, പുകയില്ലാത്ത അടുപ്പ്. ഇതൊക്കെയായിരുന്നു നമ്മുടെയൊക്കെ വീടുകളിലെ ലക്ഷറി.
പിന്നെ പക്ഷേ ഇപ്പോഴും അത് നമ്മുടെ ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിന് അതൊന്നും ഇല്ലായിരുന്നു. അടുപ്പിൽ പുകയൂതി കരിയും പുകയും തീയുമേറ്റ് കഴിയുന്ന സ്ത്രീകളെ മോചിപ്പിച്ചാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന അല്ലേ. പിന്നെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാത്ത സ്ത്രീകൾ രാവിലെ സൂര്യൻ ഉദിക്കും മുമ്പും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വെളിമ്പർ പ്രദേശത്ത് പോയി ഈ കാര്യങ്ങൾ സാധിച്ചിരുന്നവർക്ക് ശൗചാലയം ഉണ്ടാക്കി കൊടുത്തു. കേരളത്തിൽ കളിയാക്കും സഖാക്കളും സുഡാപ്പികളും. പക്ഷേ വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം അത് അവിടെ ഉണ്ടാക്കിയ മാറ്റം, അവരുടെ ആത്മാഭിമാനം വീണ്ടെടുത്തതാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് അവർ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ വലിയ സാമ്പത്തിക വിദഗ്ധൻ ഇതിനെക്കുറിച്ചൊന്നും തോന്നിയില്ല. പക്ഷെ അദ്ദേഹം തോന്നി പാകിസ്ഥാനിലെ ഒരു ഗ്രാമം വലിയ കഷ്ടപ്പാടിലാണ്, അവർ വെള്ളമില്ല. അദ്ദേഹം RO പ്ലാന്റ് ഉണ്ടാക്കി. റിവേഴ്സ് ഓസ്മോസിസ് പ്രകാരം വെള്ളം ശുചീകരിച്ച് വിതരണം ചെയ്യുന്ന പ്ലാന്റ് ഉണ്ടാക്കി കൊടുത്തു, റോഡുകൾ ഉണ്ടാക്കി കൊടുത്തു, വൈദ്യുതി സോളാർ വിളക്കുകൾ സ്ഥാപിച്ചു കൊടുത്തു. എവിടെ? പാകിസ്ഥാൻ. എവിടെ നിന്ന് കാശ്? ഇന്ത്യക്കാരൻ്റെ പണം. ഇന്ത്യക്കാരനില്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു പാകിസ്ഥാൻ ഗ്രാമത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഭാരതത്തിൻ്റെ മഹാനായ ഈ പ്രധാനമന്ത്രി. ആർക്കും അറിയത്തില്ലായിരുന്നല്ലോ ഇങ്ങനൊരു കാര്യം. ജിയോ ന്യൂസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അവർ നന്ദി പറയുന്നു. ആ വീഡിയോ കാണും. വീഡിയോ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. भारत के वजीर आजम बने तो अपनी जन्म भूमि को ना भूले। गांव में सोलर स्ट्रीट लाइट्स लगवाई, गांव तक आने वाली मरकजी सड़क भी तामीर करवाई. അവിടുത്തെ ഗ്രാമം കാണിക്കുന്നു. പച്ച വിരിച്ച പാടം, വയലേലകളൊക്കെ ഉള്ള ഗ്രാമം. എന്നിട്ട് അവിടുത്തെ ഒരു മനുഷ്യൻ ബന്ധു പറയുന്നത് ഞങ്ങളുടെ തീർന്നില്ല. അതാണ് അവിടെ ഒരു മോസ്ക് ഉണ്ട്, മസ്ജിദിൽ അദ്ദേഹം വൈദ്യുതി കണക്ഷൻ മാത്രമല്ല വാട്ടർ ഹീറ്ററുകൾ സ്ഥാപിച്ചു കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളിയിൽ വന്നാൽ ഇപ്പോൾ നല്ല സുഖകരമായ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ കഴിയുന്നുണ്ട്. അത് മൻമോഹൻ സിംഗിൻ്റെ സംഭാവനയാണെന്ന് അവിടുത്തെ ഒരു ഗ്രാമവാസി ജനങ്ങൾ അവർ മാത്രമല്ലേ ഉള്ളൂ പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഇന്ത്യൻ ടാക്സ് പെയറുടെ ഇവിടെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് വിസർജ്യം വിതറുന്ന റെയിൽവേ ഉണ്ടായിരുന്ന ഇന്ത്യ, അടുപ്പിൽ ഊതി ജീവിതം കരിച്ചു പുകച്ചു കളയുന്ന വീട്ടമ്മമാരുടെ ഇന്ത്യ, മമ്മൂട്ടിയുടെ സിനിമ ഇന്ത്യ. പിന്നെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പുലർച്ചെയോ രാത്രിയോ വരെ കാത്തിരിക്കേണ്ടി വരുന്ന വീട്ടമ്മമാരുടെ ഇന്ത്യ, അങ്ങനെ സഞ്ചരിക്കാൻ നല്ല റോഡുകളില്ലാതിരുന്നവരുടെ ഇന്ത്യ, അങ്ങനത്തെ ഉള്ള ഇന്ത്യയിൽ താൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടുന്ന പണമെടുത്ത് ഈ മഹാൻ പാകിസ്ഥാനിലൊരു ഗ്രാമം ദത്തെടുത്തത്. ഇദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്ത ആ സംസ്ഥാനത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഇപ്പോൾ നമ്മൾ മരിച്ചതിന് ശേഷം ഒരാളെ കുറ്റം പറയാമെന്ന് ചോദിച്ചാൽ ഇതൊന്നും കുറ്റമൊന്നുമല്ല, ആറ്റിറ്റ്യൂഡാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി പണമെടുത്ത് ഇന്ത്യയുടെ ശത്രു രാജ്യത്ത് ഇദ്ദേഹം അവിടെ ജനിച്ചു പോയി എന്നതുകൊണ്ട് അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ് ചെലവിൽ ഇന്ത്യയിലെ ഏജൻസികളെ, ഞാൻ പറഞ്ഞില്ലേ ആ സർക്കാർ എനർജി ആൻഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനത്തെ കൊണ്ട് അവിടെ പണിയിപ്പിച്ചു കൊടുത്തു. പാകിസ്ഥാൻ ഓർമ്മിക്കാതിരിക്കുമോ? നന്ദിപൂർവ്വം ഓർമ്മിക്കും. ജിയോ TV, ജിയോ ന്യൂസ് സ്പെഷ്യൽ ബുള്ളറ്റിൻ ചെയ്യും, പത്രത്തിൽ വലിയ കോളം വാർത്ത വരും. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇത് അത്ര വലിയ പുതിയ ഗ്രാമം. അദ്ദേഹത്തിനോട് പാകിസ്ഥാനോടൊരു പ്രത്യേക മമതയുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ ഏജൻ്റായിട്ട് കാശ്മീരിനെ മോചിപ്പിക്കാൻ നടന്ന ഒരാൾ നമ്മുടെ ജയിലിൽ കിടപ്പുണ്ട്. ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ഓർക്കുന്നില്ലേ? JKLF പണ്ട് പറയുമായിരുന്നു, ഇലക്ഷനാണല്ലോ, നീയൊക്കെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുക, അവിടെ ഒരു VCR വെച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കണ്ടുള്ള വാർത്തയാണ്. VCR ഇങ്ങനെ വെച്ചിരിക്കുക, വോട്ട് ചെയ്യാൻ വരുന്നവന് ഇതെടുത്തുകൊണ്ട് പോകാം. കാരണം വോട്ട് ചെയ്യാൻ പോയാൽ വെടിവെച്ച് കൊല്ലും. അന്നേരം അതെടുക്കാം. VCR വെച്ചിട്ട് വെല്ലുവിളിക്കുക, വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് സമ്മാനം VCR. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച, കാശ്മീരിനെ വിഭജിച്ച് ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് വേറെ രാജ്യമാക്കണമെന്ന് പറഞ്ഞ JKLFൻ്റെ നേതാവിൻ്റെ പേര് യാസിൻ മാലിക് എന്നായിരുന്നു. യാസിൻ മാലിക്കിൻ്റെ ഇൻ്റർവ്യൂസ് ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. ഞാൻ ഇന്ത്യക്കാരെ കൊന്നിട്ടുണ്ട്, 100 കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട്. കാശ്മീർ ഫയൽസ് എന്നുള്ള സ്റ്റോറി കണ്ടിട്ടില്ലേ? സിനിമ നടന്ന സംഭവങ്ങളാണ്. നടന്നതെന്ന് ഇവിടുത്തെ സുഡാപ്പികൾ സമ്മതിക്കത്തില്ല. നടന്നതാണ്. കാശ്മീരി പണ്ഡിറ്റുകളെ അവിടെ നിന്ന് നാട്ടിപ്പായിച്ച കഥ, അവരുടെ വീടുകൾ കൊള്ളയടിച്ച കഥ, അവരെ കൂട്ടക്കൊല ചെയ്ത കഥ കാശ്മീർ ഫയൽസിൽ പറയുന്നുണ്ട്. ഒരാളെ അറക്കവാളിന് മുറിച്ചു കൊല്ലുന്നു സോമിലിൽ. നടന്നതാണ്. നടന്ന കാര്യങ്ങൾ മാത്രമാണ് ആ സിനിമയിൽ ചിത്രീകരിച്ചപ്പോൾ ഇവർക്ക് കുരുപൊട്ടിയത്. പക്ഷേ മൻമോഹൻ സിംഗ് എന്ത് ചെയ്തു? അവിടെ നാട്ടിപ്പായിക്കപ്പെട്ട ഹിന്ദുക്കളായ പണ്ഡിറ്റുകളെ തിരിച്ചു കൊണ്ടുവരാൻ വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല.
അവരുടെ വീടുകളിൽ പോയിട്ട് നോട്ടീസ് ഒട്ടിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് മതം മാറുക, അല്ലെങ്കിൽ കൊല്ലപ്പെടുക. ഇത് പറഞ്ഞ് മതം മാറി സ്വന്തം അഭിമാനം പണയം വെക്കാൻ തയ്യാറല്ലാത്ത കാശ്മീരി പണ്ഡിറ്റുകൾ, പാവങ്ങൾ അവിടെ നിന്ന് രായ്ക്ക് ഓടി രക്ഷപ്പെട്ടു. അവരുടെ വീടുകളിൽ മുഴുവൻ ഇസ്ലാമിക ഭീകരന്മാർ കയറി താമസമാക്കി. അതിപ്പോൾ തിരിച്ചു പിടിക്കാനുള്ള പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആരാ? നരേന്ദ്രമോദി സർക്കാരാണ്. അവരെ തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനപ്പോൾ പറയുന്നതല്ല, ഇവരെ കൊല്ലാൻ നേതൃത്വം നൽകിയ ആളാണ് യാസിൻ മാലിക്. യാസിൻ മാലിക് പരസ്യമായി പറയുന്ന ഇൻ്റർവ്യൂ യൂട്യൂബിൽ കിടക്കുന്ന പറയുന്നുണ്ട്, ഞാൻ ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അഭിമാനത്തോടെ പറയും, ഞാൻ കൊന്നിട്ട് ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, കേസുള്ളതാ. ഞാൻ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. അഭിമാനത്തോടെ അയാൾ പറയുകയാണ്. അയാളെ നമ്മൾ എങ്ങനെ കാണും? ഭീകരനായിട്ട്. പാകിസ്ഥാന് വേണ്ടിയിട്ടാണ്, എനിക്ക് പാകിസ്ഥാനാണ് എൻ്റെ ജന്മദേശം എന്ന് അവരോടാണ് എന്ന് പരസ്യമായി പറഞ്ഞ യാസിൻ മാലിക്കിനെ മൻമോഹൻ സിംഗ് സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. ഇപ്പോഴും ഇൻ്റർനെറ്റിൽ ആ ചിത്രം ലഭ്യമാണ്. ആ ചിത്രം നമുക്ക് കാണിക്കാം. മൻമോഹൻ സിംഗ് യാസിൻ മാലിക്കിൻ്റെ കൂടെ നിൽക്കുന്ന ചിത്രം. അപ്പോൾ എന്തിനാണ് ഇയാളെ അവിടെ വിളിച്ചു വരുത്തിയെന്നുള്ളത് നമുക്കറിയില്ല. ഇന്ത്യൻ ഇത്രയും വലിയ ഭീകരവാദിയെ, ഇന്ത്യക്കാരെ, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാരെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ സ്വയം മാധ്യമത്തിന് മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്ന ആളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് സ്വന്തം വീട്ടിൽ വിളിച്ചു വരുത്തി ചായ കൊടുത്തു വിട്ടു. അതിനുശേഷം എന്ത് പറ്റിയെന്നറിയോ? ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന മാധ്യമം അയാളെ ആ വർഷത്തെ വാർത്താ താരമായി തിരഞ്ഞെടുത്തു. ഇന്ത്യ ടുഡേ യൂത്ത് ഐക്കൺ. കാരണം പ്രധാനമന്ത്രിക്ക് സ്വീകരിക്കാമെങ്കിൽ പിന്നെ ഒരു മാധ്യമത്തിനായാലെന്താ? ഈ കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്ന ചില കുപ്രസിദ്ധരായ മാധ്യമപ്രവർത്തകർ, അവരുടെ ഒന്നും പേരുച്ചരിക്കാൻ പോലും ഞാൻ തയ്യാറല്ല. അവരൊക്കെ നയിക്കുന്ന ഇന്ത്യ ടുഡേ യൂത്ത് ഐക്കണായിട്ട് ഈ ഭീകരനെ, ഈ ഇന്ത്യ വിരുദ്ധനെ, ഈ പാകിസ്ഥാനിയെ അംഗീകരിക്കാൻ കാരണം മൻമോഹൻ സിംഗ് ആണ്. എവിടെയായിരുന്നു കൂറ്? പാകിസ്ഥാനാണ്. അപ്പോൾ ഈ അയാളെ മാതൃകയാക്കി അയാൾ ഒരു ഹീറോ ആണെന്ന് പറഞ്ഞിട്ട് എത്ര ജമ്മു കാശ്മീരി യുവാക്കൾ അങ്ങോട്ട് ആ വഴിക്ക് പോയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ തരത്തിലൊക്കെ ചെയ്താൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വസതിയിൽ വന്ന് നേരിട്ട് സ്വീകരിച്ച് ആദരിച്ചിരുത്തി ചായയും സമോസയും തന്ന് വിടുമെന്ന് പറഞ്ഞാൽ കൊള്ളാലോ, യാസിൻ മാലിക്കിനെ പോലെ ആകാം എന്ന് കാശ്മീരി ചെറുപ്പക്കാർ കരുതിയിട്ടുണ്ടാവില്ലേ? അവരുടെ ഹീറോ ആയിട്ടില്ലേ? അതെ. അപ്പോൾ മാത്രമല്ല, ഈ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞാൽ ഈ മഹാനായ പ്രധാനമന്ത്രി ഭരിക്കുന്ന സമയത്താണല്ലോ മുംബൈ ഭീകരാക്രമണം ഉണ്ടായത്. എന്തു ചെയ്തു ഇന്ത്യ? 26/11 അല്ലേ? അതെ. 26/11 ഉണ്ടായിട്ട് അന്നും ഒരു മൃദു സമീപനം. പാകിസ്ഥാനോട് വല്ലാത്തൊരു മമതയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന ആക്ഷേപം പ്രതിപക്ഷ കക്ഷികൾ BJP എക്കാലത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മൻമോഹൻ സിംഗിൻ്റെ മമത മാത്രമാണോ, മൻമോഹൻ സിംഗിൻ്റെ മുകളിലിരിക്കുന്ന മദാമ അമ്മച്ചിയുടെ മമതയായിരുന്നു എന്ന് കൃത്യമായി നമുക്കറിയില്ല. ഏതായാലും മമതയായിരുന്നു. അതെ, മമതാ ബാനർജി അല്ല, മമത. ഒരു പ്രീതി, വല്ലാത്ത ഇഷ്ടം. ആ ഇഷ്ടത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ കാശ്, നമ്മുടെ പോക്കറ്റിലെ കാശെടുത്ത് പാകിസ്ഥാനിലൊരു ഗ്രാമം ഗ്രാമം നന്നാക്കി ഉണ്ടാക്കിയെടുക്കാൻ ഈ പ്രധാനമന്ത്രി ശ്രമിച്ചത്. ഇത് നമ്മൾ പറയണം. മരിച്ചുപോയി എന്നതുകൊണ്ട് പറയരുത്. ഇത് അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി. പക്ഷേ ഇന്ത്യയുടെ ശത്രു രാജ്യത്തെ സഹായിക്കാൻ ഇന്ത്യക്കാരൻ്റെ പണമെടുത്ത് മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മളാണിപ്പോൾ പറയുന്നത്. നമ്മൾ പറയാൻ കാരണം ജിയോ TV ആണ്. അപ്പോൾ നമ്മുടെ നികുതി പണം എടുത്തിട്ടാണ് ഈ ഗ്രാമം നന്നാക്കിയത്, നമ്മുടെ ശത്രു രാജ്യത്തിൻ്റെ എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അറിയണം. അത് മറ്റിവിടുത്തെ മാധ്യമങ്ങൾ പറയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാൻ പാടില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിനെതിരെ, ജനങ്ങൾക്കെതിരെ ചെയ്ത കാര്യം നമ്മൾ പറയും. ഇതിൻ്റെ പേരിൽ അങ്ങ് മൂക്കിലോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് കേട്ടട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.